ഓക്കെ വിളിച്ചോളൂ. എത്ര വയസ്സായി? എന്നാൽ താങ്കൾ പ്രശ്നം പറയൂ. ഇതൊരു പ്രത്യേകത, ഇതൊരു മാനസിക പ്രശ്നമല്ല, ഇതൊരു രോഗമാണ്. ഇതിനെ നമുക്ക് പഠിക്കട്ടെ. സാക്ഷ്യവുമാനിയ എന്നാണ് ഈ രോഗത്തിന്റെ പേര്. ഇതിനെ ഞാൻ ദീർഘക്ഷമ ഒരുപാട് മരുന്നുകൾ നേരെ പഠിക്കുന്നത് ആലോചിക്കട്ടെ. പിന്നെ സാമാന്യബോധം, ഇത്രയും ഈ 2 ടാബ്ലറ്റ് ദിവസവും ഞായറാഴ്ച ഒരെണ്ണം സാമാന്യ മര്യാദ ആദ്യം ഗർഭം കഴിച്ചിട്ട് വരിക, മറ്റേത് ആരെങ്കിലും കഴിച്ചാൽ മതിയാവും. ഈ 2 ഒരാഴ്ച കഴിച്ചിട്ട് വന്നാൽ താങ്കൾ അനുഭവം പറഞ്ഞാൽ മതി. പറയൂ, എത്ര വയസ്സായി? എന്താണ് താങ്കളുടെ പ്രശ്നം? എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഡോക്ടറെ. ഞാൻ എപ്പോഴും ഇൻസ്റ്റഗ്രാമും ടിവിയും കണ്ടിരിക്കും. എനിക്ക് പ്രാർത്ഥനയ്ക്ക് കറക്റ്റ് സമയത്ത് പോകാനേ പറ്റുന്നില്ല. ഒരു ശക്തി വലിക്കുന്നത് പോലെ. എന്താണെന്ന് അറിയത്തില്ല ഡോക്ടറെ. ഈ പിന്നീട് വലിക്കുന്ന ശക്തി ആണെന്നറിയാമോ? ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗമാണ്. മനസ്സിലായോ? അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ ഡോക്ടറെ. എനിക്ക് ഫോണിലൊന്നും പറ്റത്തില്ല. എന്റെ അടുത്ത് ഈ കാരണങ്ങൾ പറഞ്ഞ് കുറെ പേര് വരാറുണ്ട്. മനസ്സിലായോ? ഞാനാണെങ്കിൽ ഭവനയോഗത്തിന് നേരത്തെ പോകണമെന്ന് വിചാരിക്കും, പക്ഷെ എനിക്ക് പോകാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആശീർവാദത്തിന് സമയമാണ്. ഈ രോഗത്തിന്റെ പേര് കണ്ണടച്ചെന്ന പലരും ഇന്നത്തെ കാലത്ത് വാങ്ങാൻ ഭവനകാരനോ സമാധാനോ നമ്മുടെ സദ്യ പ്രാർത്ഥനകളുണ്ടല്ലോ, അതൊന്നും പോകാതെ എപ്പോഴും ഫോൺ കൊണ്ടിരിക്കുന്നതാണ്. ഇതിനൊക്കെ ഉള്ള പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഈ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് അടുത്ത സമയത്ത് ദൈവവചനം വായിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? അയ്യോ, അതൊന്നും പറ്റില്ല ഡോക്ടറെ. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? വേറെ പ്രത്യേകിച്ച് വഴിയൊന്നും പറയാനില്ല. ഈ ഫോൺ മാറ്റി വെക്കലേ ഉള്ളൂ. തൽക്കാലം ഈ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാവരും കൂട്ടി സത്യപ്രാർത്ഥനയൊക്കെ നടത്തുന്നു. എല്ലാം രോഗഭേദമാകും. ഹലോ ഹലോ, ഇപ്പൊ ഒരാൾ നമ്മൾ പറഞ്ഞു കേട്ടോ ഫോൺ കൊണ്ടിരിക്കാൻ ഡോക്ടറെ. ഹലോ, ഇവിടെ നന്നായി ആണോ? പേരെന്താ? ഞാൻ വിളിച്ച സമയത്ത് പറഞ്ഞോളൂ. ഡോക്ടറെ എത്ര വയസ്സായി? എനിക്ക് 60 വയസ്സായി. എന്താ പറയുന്നത്? നല്ല ചെറുപ്പക്കാരനെ പോലെ. അതിന്റെ ഉറക്കത്തിന്റെ ഗുണമാണ് ഡോക്ടറെ. എനിക്ക് എപ്പോഴും ഉറക്കമാണ്, രാവിലെ ഉച്ചയ്ക്ക് കുംഭകർണനാണ്. എന്റെ പ്രശ്നം ഉറക്കം തന്നെയാണ്. സഭായോഗങ്ങളിലും ഭവനാലയങ്ങളിലും ഒക്കെ ചെന്നിട്ട് ഞാൻ ഉറങ്ങും. പക്ഷേ പിള്ളേരുടെ തമ്മിലടി കാരണം അന്യഭാഷയും മറുഭാഷയും കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല. നമ്മുടെ സഹായങ്ങൾ ഉറങ്ങാനല്ല നോക്കേണ്ടത്. ഇത് ഉത്സാഹമില്ലായ്മ എന്ന രോഗത്തിന്റെ കുറവാണ്. നമ്മുടെ സഹായത്തിനൊക്കെ ഉണർന്ന് പ്രാർത്ഥിക്കണം. ഈ നിങ്ങളുടെ പഴയ ചർച്ചിനെ ഉറക്കെ ഹല്ലേലൂയ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. അവിടെ പൊട്ടി കേൾക്കും. സ്കറിയാച്ചനുണ്ട്, പുള്ളിക്കാരുണ്ട്. പുള്ളിക്കാരൊക്കെ ഹല്ലേലൂയ പറയാം. കുറച്ച് ഇത് കേൾക്കുമ്പോൾ ബോധം പോണവരെ ചാടി നിൽക്കും. അതാണ് നമ്മുടെ ചർച്ചിന്റെ അവസ്ഥ. സ്കറിയാച്ചനാണ് പുള്ളിയുടെ പേര്. എന്നാ പിന്നെ ഒന്നുമില്ല. താൻ പഴയ എവിടെയാണ് താൻ ഇരിക്കുന്നത്? ഞാൻ താമസിച്ചാണ് വരാറ്. അതിന്റെ ബാക്കിൽ മൂലയിലുള്ള ചാരിയിരിക്കും. എന്നാ എന്തുകൊണ്ട് അങ്ങനെ വേണ്ട. നേരത്തെ നമ്മുടെ സ്കറിയാച്ചന്റെ അടുത്തതാണ്. പുള്ളിയുടെ അനേകം തന്നെ ഈ രോഗം മാറിക്കോളും. ഓക്കെ, ശരി ഡോക്ടറെ. ശരിയല്ല? ശരി. മരുന്ന് വേറെ മരുന്നൊന്നും വേണ്ട. ഈ രോഗത്തിന് പ്രത്യേകിച്ച് മരുന്നില്ല. ഇത് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ. അടുത്ത ആൾ വിളിച്ചു.
താങ്കൾ വേറെ പ്രസിഡന്റാണ്. അതൊക്കെ നല്ല കാര്യമല്ലല്ലോ വേണ്ട. ഇതൊരു ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. നമുക്ക് സ്ഥിരമായിട്ട് ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് രോഗമായിട്ട് എങ്ങനെയുള്ളൂ താങ്കളെ കൂട്ടുകൂടിയുടെ കാര്യം പറയാൻ